ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും 26ാം വെഡിങ് ആനിവേഴ്സറിക്ക് ശേഷം അവരുടെ വെഡിങ് ആൽബം സീക്രട്ടായിട്ട് റിവീൽ ചെയ്യാണ്. അപ്പം ഇതാണ് ഫസ്റ്റ് പേജ്. 18/11/1999. ഇപ്പുറത്തെ പേജിലാണെങ്കിൽ പ്രോഗ്രാം ഷീറ്റിലാണ് ഒരെണ്ണം ഇൻവിറ്റേഷൻ ലെറ്ററാണ്. ഫസ്റ്റ് ഇൻവിറ്റേഷൻ ലെറ്ററാണ് കാണിച്ചിരിക്കുന്നത്, മറ്റേത് പ്രോഗ്രാം ഷീറ്റ് എങ്ങനെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഇത് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യത്തെ ഫോട്ടോസൊക്കെയാണ്. അച്ഛനായി ഡ്രസ്സൊക്കെ ചെയ്യുന്നത് മാരേജിന് മുമ്പുള്ള ആ ഫോട്ടോ ഒക്കെയാണ്. പിന്നെ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്ന് ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മാരേജിന് മുമ്പിൽ. പിന്നെ അച്ഛൻ്റെ ചേട്ടനാണെങ്കിൽ ടൈ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ മൂത്ത പെങ്ങൾ ടൈ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ ഒരു ചേട്ടൻ കാലിൽ ഷൂ കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ വല്യപ്പച്ചൻ കയ്യിൽ വാച്ചൊക്കെ കെട്ടി കൊടുക്കുന്ന വീഡിയോ ഉണ്ട്. ഇതാണ് പാസ്റ്റർ MD ചാക്കോയാണ് അപ്പച്ചനാണ് വാച്ച് കെട്ടിക്കൊടുക്കുന്നത്. പിന്നെ ഏറ്റവും സെൻറ്ററിലിരിക്കുന്നത് എൻ്റെ ഗ്രാൻഡ് മദറാണ്. പിന്നെ ഈ ഫോട്ടോയിൽ അച്ഛൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ്, കല്യാണത്തിന് പോകുന്നതിന് മുമ്പേ. പിന്നെ അവിടെയുള്ള എല്ലാവരുമായിട്ട് യാത്രയൊക്കെ പറഞ്ഞ് കല്യാണത്തിന് പോകുന്നതിൻ്റെ കുറച്ച് ഫോട്ടോസാണ്. കുറച്ച് ഓൾഡാണ്, 26 വർഷത്തിൻ്റെ ആ ഒരു പഴക്കം തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് പേര് ചെറുപ്പമാണ്. പക്ഷേ ഈ ഫോട്ടോയിലുള്ള കുറച്ച് പേരൊക്കെ ഈ രണ്ടുപേര് ഇപ്പം കാണിക്കുന്ന രണ്ടുപേരും നിത്യതയിൽ ചേർക്കപ്പെട്ടവരാണ്. പിന്നെ വണ്ടി ജീപ്പിൽ കയറി പോവാണ് കല്യാണ സ്ഥലത്തേക്ക്. പിന്നെ അച്ഛൻ വണ്ടിയിൽ ഇറങ്ങുന്ന ഫോട്ടോയാണ് പള്ളിയുടെ ഫ്രണ്ടിൽ. ഇത് അമ്മയൊക്കെ വരുന്ന ഫോട്ടോയാണ്. അമ്മ കല്യാണത്തിന് വേണ്ടി വരുന്ന ഭാഗമാണ്. ഇത് അമ്മ പള്ളിയിലിട്ട് ഇറങ്ങി വരുന്ന ഭാഗമാണ്. ഇത് പിന്നെ ഓരോരുത്തരുടെ ഫോട്ടോ എനിക്ക് പ്രായമുള്ളവരെത്ര അറിയത്തില്ലെങ്കിൽ എനിക്കറിയാവുന്നവരെയൊക്കെ പറ്റി ഞാൻ പറയുകയാണ്. ഇതൊക്കെ മാരേജ് ഫംഗ്ഷന് മുമ്പേ അറേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഉള്ള പാസ്റ്റേഴ്സൊക്കെ പ്രാർത്ഥനയോടെ ഓരോരുത്തരെ സ്വീകരിക്കുകയൊക്കെയാണ്. ഫംഗ്ഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കുകയൊക്കെയാണ് ചെയ്യാണ്. ഇവിടെ ബ്രൈഡൽ മാർച്ചാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും കയറി വന്ന് വിളിക്കുന്ന ഭാഗമാണ്. ഇത് അവരെ ഇരുന്ന് കഴിഞ്ഞ് പ്രസംഗമൊക്കെ കേൾക്കുകയാണ്, ഫ്രണ്ടിൽ എന്താ പറയുന്നത്. പിന്നെ ഇത് പ്രോഗ്രാമൊക്കെ വായിക്കുന്നു. രണ്ട് വീട്ടിൽ നിന്ന് വന്നവർ ഇതിനെപ്പറ്റി ഒരു ഓവർവ്യൂ ഒക്കെ കേൾക്കുകയാണ്. പിന്നെ ഇവിടെയുള്ള പാസ്റ്റേഴ്സ് ഇവരെല്ലാവരും ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുകയാണ്. എനിക്കങ്ങനെ അറിഞ്ഞൂടെ അച്ഛനെങ്ങനെയാണ് പറഞ്ഞു തന്നെ. ഇതിലും കുറച്ച് പേരൊക്കെ ഇപ്പം ഇത് വല്യപ്പച്ചനൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് അവരിയ്ക്കുന്ന ഭാഗമാണ്. ഇവിടെ കുറച്ച് നല്ല രസമായിട്ട് അവരതൊക്കെ പറയുന്നുണ്ട്, പ്രസംഗത്തെ പറ്റി ഒക്കെ പറഞ്ഞു. പിന്നെ അവരുടെ ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു. ഇതൊക്കെ ഞങ്ങൾക്കും പറഞ്ഞു തന്നു. ഇവരൊക്കെയാണ് പ്രായമുള്ളവർ. പിന്നെ ഓരോ ഫോട്ടോസ് കല്യാണത്തിന് മുമ്പേ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ പ്രോമിസിങ് കൊടുക്കുന്ന സമയത്തെ ഫോട്ടോയാണ്. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇതിനു വേണ്ടി പ്രോമിസിങ് ടൈമിൽ എല്ലാവരും ശ്രദ്ധിക്കുകയൊക്കെയാണ്. പ്രോമിസിങ് അവർ രണ്ടുപേരും ചെയ്യുന്നത് ലൈഫ് ലോങ് നമുക്കുള്ള പ്രോമിസിങ് ചെയ്യുന്ന സമയമാണ്. പിന്നെ ഈ ഫോട്ടോയിൽ ഇങ്ങനെയാണ്, ഇതാണ് മാരേജിൻ്റെ മെയിൻ ഫങ്ഷൻ ടൈം. ഇത് അങ്ങനെ എല്ലാവരും ചുറ്റിൽ നിന്ന് കൈയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെ പ്രാർത്ഥിക്കുന്നു. ഒരു പഴയ ആൽബമാണ്. അപ്പം ഒത്തിരി പഴയ ആൾക്കാരുണ്ട്, എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞുകൂടാ. ചിലവർ 26 വർഷമായിട്ട് ആ ഒരു ഗ്യാപ്പിൽ അത്രയും ആൾക്കാരെ അറിയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് രജിസ്റ്റർ ഒപ്പ് വെക്കുന്ന സമയമാണ്. ഇതാണ് ഈ ഒപ്പ് വെക്കുന്ന MD ഔസേബ് അപ്പച്ചനാണ്. വല്യപ്പച്ചൻ്റെ അനിയനാണ്.
ഇത് ഫ്രണ്ടിൽ എല്ലാവരും ഇരിക്കുന്ന ഫോട്ടോയാണ്. അതിൻ്റെ സൈഡിൽ MD ചാക്കോ പാസ്റ്റർ, മുൻ ഡിസ്ട്രിക്ട് പ്രസ്ബീറ്റർ PM കുഞ്ഞപ്പി പാസ്റ്ററും പാസ്റ്റർ തോമസ് പാസ്റ്ററുമാണ് ഇരിക്കുന്നത്. ഇതൊക്കെ പള്ളിയിൽ ഫങ്ഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമാണ്. പള്ളിയിൽ വെച്ചായിരുന്നു കല്യാണം. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വരുന്ന ഭാഗമാണ്. അപ്പം കാറിന് വന്ന് ഇറങ്ങുന്നു. എല്ലാവരും ഉണ്ട് കൂട്ടത്തിൽ. പിന്നെ ഇതിലൊക്കെ പഴയ ആൾക്കാർ ഒരുപാട് വേറെ ഫോട്ടോ ഉണ്ട്. എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ഒത്തിരി പഴയ ആൾക്കാരാണ്. ഇത് അമ്മയെ വീട്ടിലേക്ക് സ്വീകരിക്കുന്ന ഫോട്ടോയാണ് താഴെയുള്ളത്. ഇതാ ഇടയ്ക്ക് ഇരിക്കുന്ന എൻ്റെ ഗ്രാൻഡ് മദറാണ്, എൻ്റെ അമ്മയുടെ ഇപ്പുറത്ത്. പിന്നെ ഇവരിൽ അക്കരെ അമ്മച്ചിയൊക്കെ ഉണ്ട്, കൊല്ലങ്ങളെ അമ്മച്ചിയുണ്ട്, എല്ലാ അമ്മച്ചിമാരും ഒക്കെ ഉണ്ട്. ഇത് അമ്മയുടെ അച്ഛൻ്റെ അന്നത്തെ ഫോട്ടോയാണ്. ഇതാണ് ഞാൻ തംബ്നെയിലിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ. ഈ ഫോട്ടോയാണ് അന്ന് ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ അവർ ചെയ്തില്ല, സ്റ്റുഡിയോക്കാരെടുത്തിരുന്ന ഫോട്ടോയാണ്. ഇത് അച്ഛൻ്റെ അമ്മയുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോയാണ് ഒരു ഫോട്ടോ. ഇതൊരു ഫോട്ടോ കളക്ഷനാണ്. ഇതിൻ്റെ അകത്ത് ഇടയ്ക്കിരിക്കുന്ന എൻ്റെ വല്യപ്പച്ചൻ്റെ ഫോട്ടോയാണ്. പിന്നെ ഇവിടെ ഓരോ ആൾക്കാരുടെയൊക്കെ ഫോട്ടോ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഓരോ ആൽബമായിട്ട്. പിന്നെ ഇതെൻ്റെ ആൻറ്റിയാണ്. ഇത് ആൻറ്റിയുടെ ഫോട്ടോയാണ്. സാറമ്മ എന്ന ആൻറ്റിയുടെ പേര്. ആൻറ്റിയുടെ ഫോട്ടോ ആണ് എൻ്റെ അടുത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ബെൻസി കെ ബേബി എന്ന് പറഞ്ഞ ചേട്ടായിയുടെ അമ്മയാണ്, എൻ്റെ ആൻറ്റിയാണ്. ഇത് എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെയും അനിയത്തിയുടെയൊക്കെ ഫോട്ടോ വെച്ച് ഒരു ചെറിയൊരു ഫ്രെയിം ആക്കിയ ഫോട്ടോയാണ്. അപ്പോൾ ഞങ്ങളിതൊക്കെ കണ്ട് പഴയ ഒത്തിരി ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ആൽബത്തെ പറ്റി റിലീവ് ചെയ്തു. ഇതാണ് അമ്മയുടെ ആങ്ങളുടെ ഫോട്ടോയാണ്. ആങ്ങൾ നേരത്തെ മരിച്ചു പോയതാണ്. ഇത് ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ പഴയ ഫോട്ടോയാണ്. വല്യപ്പച്ചനെ കാണിച്ചു തരികയാണ്. ഞങ്ങൾക്ക് ഇതൊക്കെയാണ് ഡിസ്ട്രിക്ട് ബോർഡ് മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് ഞങ്ങളുടെ വല്യപ്പച്ചൻ എന്നൊക്കെ കാണിച്ചു തന്നു. ഇങ്ങനെ എൻ്റെ ചെറിയ സീക്രട്ട്